കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 12, 18 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ഉദ്ധാനമില്ല എന്ന് പറഞ്ഞിരുന്ന സദൂക്കായർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവന് വേണ്ടി സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശയുടെ കൽപ്പനയിലുണ്ട്. ഒരിടത്ത് 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു. അവൻ സന്താനമില്ലാതെ മരിച്ചു. രണ്ടാമൻ അവളെ സ്വീകരിച്ചു. അവനും സന്താനമില്ലാതെ മരിച്ചു. മൂന്നാമനും അങ്ങനെ തന്നെ സംഭവിച്ചു. ഇങ്ങനെ 7 പേരും സന്താനമില്ലാതെ മരിച്ചു. അവസാനം ആ സ്ത്രീയും മരിച്ചു. ഉദ്ധാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും? അവൾ 7 പേരുടെയും ഭാര്യയായിരുന്നല്ലോ. യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. മറിച്ചവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയായിരിക്കും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് ദൈവം മുൾപ്പടർപ്പിൽ നിന്ന് മോശയോട് അരുൾ ചെയ്തത് എന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാണ്. അവിടെ നിന്ന് മരിച്ചവരുടെയല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. നിങ്ങൾക്ക് വലിയ തെറ്റ് പറ്റിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ 2 വായനകളിലും സഭ നമുക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം നിത്യജീവിതത്തിലും ഉദ്ധാനത്തിലും അവൻ്റെ 2ാം വരവിലുമുള്ള സഭയുടെ ഏറ്റവും ശക്തമായ വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. ഇതാണ് സുവിശേഷത്തിൽ നമ്മൾ കണ്ടു. ഇവിടെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള തർക്കം നടക്കുകയാണ്. പുനരുത്ഥാനത്തിൽ അവൻ ആരുടെ ഭാര്യയായിരിക്കും? 7 പേരെ അവൾ വിവാഹം കഴിച്ചല്ലോ എന്നൊക്കെ വന്ന് ഈ പറയുന്ന സദൂക്കായർ യേശുവിനോട് ചോദിക്കുകയാണ്. യേശു പറഞ്ഞൊരു മറുപടി ഇതാണ്, ദൈവത്തിൻ്റെ വചനമോ വിശുദ്ധ ലിഖിതങ്ങളോ ഒന്നും അവൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. അപ്പോൾ ഈ ഭൗമിക ജീവിതമല്ല സ്വർഗീയ ജീവിതം. ഭൗമിക മനുഷ്യൻ്റെ സാദൃശ്യം നമ്മൾ ധരിച്ചതുപോലെ വചനം പറയും, നമ്മൾ സ്വർഗീയൻ്റെ സാദൃശ്യവും ധരിക്കും. ഈ ലോകത്തിൻ്റെ ശരീരമല്ല സ്വർഗീയ ശരീരങ്ങൾ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ അവിടെയുള്ളവർ ദൈവദൂതന്മാരെ പോലെയാണെന്നാണ് പറഞ്ഞത്. ദൈവദൂതന്മാരെ പോലെ. അപ്പോൾ നമ്മൾ മാനുഷികമായ സമയത്തിനും കാലത്തിനും അതീതമായി നമ്മളായിരിക്കുമ്പോൾ, ശരീരത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് പരിമിതികളുണ്ട്. ഈ മൗതിക അല്ലെങ്കിൽ ഭൗമിക ശരീരത്തിൽ നിന്നും സ്വർഗീയ ശരീരത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ഉത്ഥാനത്തിൽ നമ്മൾ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ തന്നെ പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. യേശു മരിച്ചു കഴിഞ്ഞ് ഈശോ അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ ഉത്ഥാനം ചെയ്തവനായിട്ടാണ്. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ശരീരത്തെയാണ് അവർ ദർശിക്കുന്നതൊക്കെ. ഇനി ഇന്നത്തെ ആദ്യ വായന ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് പൗലോസ്ലീഹ തിമോത്തിയോസിനോട് ചില കാര്യങ്ങൾ പറയാണ്. യുവ ഇവാഞ്ചലിസ്റ്റാണ്, അല്ലെങ്കിൽ യുവ സുവിശേഷ പ്രഘോഷകനാണ് തിമോത്തിയോസ്. അപ്പോൾ തിമോത്തിയോസിനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് ആദ്യം പറയുന്നത് ഇങ്ങനെയാണ്, തിമോത്തിയോസെ, നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ഭയത്തിൻ്റെ ആത്മാവിനെയല്ല സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആത്മാവിനെ കൈവപ്പിലൂടെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം. നിന്റെ ഉള്ളിലുള്ള ഈ ആത്മാവിനെ വീണ്ടും ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം പറയാണ്, കാരണം നാം സ്വീകരിച്ചിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ, ഭയത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് ധൈര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും, സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. ഇതറിയാൻ പാടില്ലാത്തവനാണ്
ഈ സ്നേഹത്തിന് എതിരെയുള്ള എല്ലാ ചലനങ്ങളിലേക്കും മൂവ്മെന്റിലേക്കും പോകുന്നത്. അതായത് നാം സ്വീകരിച്ചിരിക്കുന്ന ധൈര്യത്തിന്റെ ആത്മാവിനാണ്. നമ്മൾ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമുണ്ട്. അതെന്ത് ധൈര്യമാണ്? സുവിശേഷത്തെ പ്രതി സഹിക്കാനുള്ള ധൈര്യമാണ്. അതുകൊണ്ടാണ് അടുത്ത വചനങ്ങളിൽ പൗലോസ് തിമോഥെയോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ സുവിശേഷത്തെ പ്രതി ലജ്ജിതനാകരുത്. പിന്നെന്ത് ചെയ്യണം? സുവിശേഷത്തെ പ്രതി ക്ലേശങ്ങൾ അനുഭവിക്കുക. ഈ ധൈര്യം, സുവിശേഷത്തെ പ്രതി സഹിക്കാൻ ഉള്ള ധൈര്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. ഇപ്പൊ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് കടന്നു പോകുന്ന എല്ലാ, അല്ലെങ്കിൽ ഈശോയോടുള്ള ബന്ധത്തിൽ ഒരുവൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, യേശുവിന്റെ സ്നേഹത്തിൽ ഒരുവൻ വസിക്കാൻ തുടങ്ങുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ ചെറുതും വലുതുമായ സഹനങ്ങളിൽ അതിജീവിക്കാനുള്ള ധൈര്യം, ബലം പരിശുദ്ധാത്മാവ് ഒരു തരും. എന്നിട്ട് പറയാണ്, ഇത് സ്നേഹത്തിന്റെ ആത്മാവാണ്. എങ്ങനെയുള്ള സ്നേഹം? കാൽവരിയിൽ ഈശോ വെളിപ്പെടുത്തിയ അതേ പരിശുദ്ധമായ സ്നേഹത്തിന്റെ ആത്മാവ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, ആരെയും നിന്റെ സ്നേഹവലയത്തിൽ നിന്ന് മാറ്റി നിർത്താത്ത പരിശുദ്ധമായ സ്നേഹത്തിന്റെ, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, പത്രോസിനെയും യൂദാസിനെയും ഒറ്റിക്കൊടുത്തവനെയും തള്ളിപ്പറഞ്ഞവനെയും ചേർത്ത് പിടിച്ച ഈ സ്നേഹമുണ്ട്. ഈ സ്നേഹത്തിന്റെ ആത്മാവിനെയാണ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവിനെ, ഒരു സെൽഫ് കൺട്രോൾ. നമുക്കൊന്ന് പലരുടെയും പ്രശ്നം എന്നാ? നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നാ പറയുന്നത്. മനസ്സ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ചില വൈകാരിക തലങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നില്ലേ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിയന്ത്രണമുണ്ട്. ഒരുവനിൽ ആത്മാവ് ജ്വലിക്കുമ്പോൾ, ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ അവന് ആത്മനിയന്ത്രണമുണ്ട്. അപ്പോ പൗലോസ് തിമോഥെയോസിന് പറയാണ്, ഈ ആത്മാവിനെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം കൈവപ്പിലൂടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന കാര്യങ്ങളാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. പറയുകയാണ്, നീ ഒന്നിനെ കുറിച്ച് ലജ്ജിതനാകരുത്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ജയിലിൽ കിടക്കുക, പൗലോസ് ഞാനിപ്പോൾ ജയിലിൽ കിടക്കുക, എൻ്റെ ജയിൽവാസത്തെക്കുറിച്ച് ഒന്നും നീ ലജ്ജിതനാകണ്ട, ഇത് സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശമാണ്. എന്നിട്ട് പറയണ, അവൻ്റെ രണ്ടാം വരവിൽ, അവൻ്റെ പ്രത്യാഗമനത്തിൽ അവനിലുള്ള വിശ്വാസം നിമിത്തം നാം രക്ഷിക്കപ്പെട്ടിരിക്കും. ഞാൻ ആരിലാണ് വിശ്വസിക്കുന്നത്? അവൻ അവസാനം വരെ ഈ വിശുദ്ധ ജീവിതത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും ആത്മാവിലുള്ള ജീവിതത്തിലും തുടരാൻ എന്നെ സഹായിക്കും. പലരും പറയാനുള്ള കാര്യം വെച്ചാൽ നിലനിൽക്കാൻ പറ്റണില്ല, നിലനിൽപ്പില്ല. ചില ആത്മീയ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുത്തിട്ട്, വിശുദ്ധ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുത്തിട്ട്, ചില കുടുംബ ബന്ധങ്ങൾ സമാധാനത്തിലും സന്തോഷത്തിലൊക്കെ പോകാനുള്ള ചില നിലപാടുകൾ, തീരുമാനങ്ങൾ എടുത്തിട്ട് നിലനിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അനേകരുടെ ഭാരവും വേദനയാണ്. നിലനിൽപ്പ് സാധ്യമാകുന്നപ്പോഴാ? പരിശുദ്ധാത്മാവിൽ ഒരുവനായിരിക്കുമ്പോഴാണ്. പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്. അവൻ്റെ രണ്ടാം വരവ് വരെ, അവനെ നാം കണ്ടുമുട്ടുന്നത് വരെ യേശുവിലുള്ള സ്നേഹത്തിലും അവനിലുള്ള രക്ഷയിലും ജീവിക്കാൻ, ആ ജീവിതത്തിൽ തുടരാൻ നമ്മെ സഹായിക്കുന്ന നിത്യ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ ഇത് സാധ്യമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തന നിരതമല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് നിലനിൽപ്പ് പോലും നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് നിലനിൽപ്പിൻ്റെ ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പരിശുദ്ധാത്മാവിൽ വസിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അപ്പോൾ ഈ ലോക ജീവിതത്തെക്കുറിച്ച് മാത്രമുള്ള പുനരുത്ഥാനത്തെക്കുറിച്ചും നിത്യജീവിതത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൽ നിത്യമായി വസിക്കുന്നതിനെക്കുറിച്ചും അവൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുമുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സഭയുടെ എല്ലാ വിശ്വാസ സത്യങ്ങളിലും പൂർണ്ണമായി വിശ്വസിക്കുകയും അങ്ങനെ ജീവിതത്തിൽ ദൈവിക നിയമങ്ങളോടും തീരുമാനങ്ങളോടും ഒത്തുചേർന്ന് ദൈവസ്നേഹത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിലും പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നയിക്കുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.